മംഗൾയാന്റെ പരീക്ഷണ ജ്വലനം വിജയം. അവസാനഘട്ട പരീക്ഷണമായ ലാം എഞ്ചിൻ ജ്വലനം 100% വിജയകരമെന്ന ISRO. ലാം എഞ്ചിൻ 4 സെക്കൻഡ് പ്രവർത്തിപ്പിച്ചതായി ISRO. മംഗൾയാൻ ബുധനാഴ്ച ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തും. സെക്കൻഡിൽ 22.53 കിലോമീറ്റർ വേഗതയിലാണ് മംഗൾയാൻ കുതിക്കുന്നത്. ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് കടക്കാനായി വേഗം സെക്കൻഡിൽ 1.11 കിലോമീറ്ററായി കുറയ്ക്കണം. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള ലിക്വിഡ് അപ്പോജി മോട്ടറാണ് പരീക്ഷണാർത്ഥം പ്രവർത്തിപ്പിച്ചത്. മുൻകൂട്ടി അപ്ലോഡ് ചെയ്ത സന്ദേശങ്ങൾ പ്രകാരം ഉച്ചയ്ക്ക് 2:30 ലാം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മോട്ടോർ 3.968 സെക്കൻഡ് നേരത്തേക്ക് ജ്വലിച്ചു. ആ സമയത്ത് തന്നെ മംഗൾയാന്റെ സഞ്ചാരപഥത്തിലും മാറ്റം വരുത്തി. ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള 4ാമത്തെയും അവസാനത്തെയും മാറ്റമാണിത്. 12 മിനിറ്റ് വൈകി ISROയുടെ ബാംഗ്ലൂർ കേന്ദ്രത്തിലേക്ക് മംഗൾയാനിൽ നിന്നും സന്ദേശമെത്തി. പരീക്ഷണ ജ്വലനം വിജയം. 300 ദിവസത്തെ ഉറക്കത്തിൽ നിന്നും ലാം ഉണർന്നിരിക്കുന്നു. ഇനി മറ്റന്നാൾ പുലർച്ചെ 7:17 മംഗൾയാനെ ചൊവ്വയിലേക്ക് ലാം കടത്തിവിടും. അന്ന് 24 മിനിറ്റ് നേരത്തേക്കാണ് ലാമിന്റെ 440 ന്യൂട്രിക് ആണവശേഷിയുള്ള എഞ്ചിൻ പ്രവർത്തിക്കുക. കഴിഞ്ഞ വർഷം ഡിസംബർ 1 മംഗൾയാനെ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നും പുറത്തു കടത്തിയതിനു ശേഷം ലാം പ്രവർത്തിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്തെ പ്രത്യേക കാലാവസ്ഥയിലൂടെ 10 മാസമായി കടന്നുപോകുന്ന ലാം പ്രവർത്തിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ISRO. ചൊവ്വയുടെ ആകർഷണ പ്രദേശങ്ങളിൽ വെച്ച് തന്നെ നടത്തിയ പരീക്ഷണ ജ്വലിപ്പിക്കൽ വിജയിച്ചത് മംഗൾയാന്റെ വിജയം ഉറപ്പിക്കുന്നതായി ISRO ശാസ്ത്രജ്ഞർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതോടൊപ്പം തന്നെ നാസയുടെ ചൊവ്വ പര്യവേഷണ പേടകം മാവൻ ഭ്രമണപഥത്തിൽ. ചൊവ്വയിലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ് ലക്ഷ്യം. മാവൻ ഉടൻ ചൊവ്വയുടെ ദീർഘവൃത്തപഥത്തിലെത്തും. 2 രാജ്യങ്ങളുടെ ദൗത്യങ്ങൾ ഒരു ഗ്രഹത്തെ ലക്ഷ്യം വെക്കുന്നത് ഇതാദ്യമായാണ്. 2013 നവംബർ 18 മാവന്റെ വിക്ഷേപണം. ഏതായാലും ശാസ്ത്ര കുതികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രതീക്ഷയുടെ ആശ്വാസത്തിൻ്റെയൊക്കെ ഒരു ദിവസമായിരുന്നു. ലാം എഞ്ചിൻ്റെ പരീക്ഷണ ജ്വലനം വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്നു എന്ന ആശ്വാസകരമായ ഒരു ദിവസം. പക്ഷേ സ്വാഭാവികമായും ചൊവ്വ ദൗത്യം എത്രത്തോളം പൂർത്തീകരിക്കാനാകും എന്നതിനു വേണ്ടി ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഇന്നത്തെ ദിവസം അത്ര കണ്ട് ചെറുതുമല്ല. എന്നാലും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാനായി ചില വിദഗ്ധർ ചേർന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഒപ്പം തന്നെ ശ്രീ ഡോക്ടർ പ്രിൻസ്, ഒപ്പം G മാധവൻ സാറിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ രാജഗോപാൽ കമ്മത്തിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ താങ്കളോട് ചോദിക്കുന്നു, ഇന്നത്തെ ഈ ഒരു ദിവസം നൽകുന്ന വലിയ ആശ്വാസം, ഈ 4 സെക്കൻഡിന്റെ ആശ്വാസം, അതിനെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. ബുധനാഴ്ചയാണ് ഒരു പൂർണ്ണമായ ഒരു വിധിയെഴുത്ത് എങ്കിൽ കൂടി ഈ 4 സെക്കൻഡ് നമുക്ക് തരുന്ന ഒരു ആശ്വാസം എന്താണ് സർ? വളരെ വലിയൊരു നേട്ടമാണ് നമ്മൾ ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. കാരണം വളരെയധികം ആശങ്ക നമുക്കുണ്ടായിരുന്നു. ഈ ലിക്വിഡ് അപ്പോജി മോട്ടോർ എന്ന് പറയുന്നത് 300 ദിവസത്തിന് ശേഷം ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. അത് ആ 4 സെക്കൻഡിലുള്ള ജ്വലനത്തിലൂടെ ദൂരീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാസ് ഓർബിറ്റർ മെഷീൻ എന്ന ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ പര്യവേഷണ യാനം ചൊവ്വയുടെ ഗുരുത്വാകർഷണ സ്വാധീന വലയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഇനി വെറും 2 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ ചൊവ്വയുടെ ഭൂമുഖത്ത് എത്തിച്ചേരാനായിട്ട്. അതിനുശേഷം ചൊവ്വാഴ്ച രാവിലെ 7:17 അതിൻ്റെ ഓർബിറ്റിലേക്ക് കടക്കുകയും അതിൻ്റെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിൽ ചൊവ്വയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങുകയും ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ എത്തിച്ചു തരാൻ തുടങ്ങുകയും ചെയ്യും. അതിൻ്റെ ഒരു ആദ്യ ഘട്ടമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇതൊരു വളരെ സുപ്രധാനമായിട്ടുള്ള ഘട്ടമാണ്. കാരണം നമ്മുടെ ആദ്യത്തെ പര്യവേഷണ ദൗത്യമാണ്. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യയുടെ യാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം, ഇത്രയും കാലത്തെ 300 ദിവസത്തെ ഒരു ഡോർമൻ സ്റ്റേജിൽ നിന്ന് അതിശൈത്യമാണ് സ്പേസിൽ നമ്മുടെ ലാം എഞ്ചിൻ സഹിക്കേണ്ടി വന്നത്. അതിനുശേഷം എങ്ങനെ ഇത് ജ്വലിച്ച് പ്രവർത്തിക്കും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന ട്രജക്ടറി കറക്ഷൻ മനൂവറുകളിൽ 8 ത്രസ്റ്ററുകൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടൊരു ആശ്വാസത്തിന് നമുക്ക് വകയുണ്ടായിരുന്നു. ആദ്യത്തെ ലാം എഞ്ചിൻ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ പര്യവേക്ഷണം വിജയിപ്പിക്കും എന്നുള്ള ഒരു ആശ്വാസം കൂടി നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിരിക്കലും ഇന്നത്തെ ആ വിജയം ആ ആശങ്കകളെ എല്ലാം ദൂരീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 24-ാം തീയതി രാവിലെ പ്രഭാതം പുലരുമ്പോൾ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ബഹിരാകാശ പര്യവേഷണ ഏജൻസിയായി മാറാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ബഹിരാകാശ
ബഹിരാകാശ പരിവേഷണത്തിൻ്റെ സുവർണ്ണ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചവിട്ടുപടി, അതിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഇന്ന് കടന്നിരിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ പ്രിൻസ്, ശ്രീ രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും ഇത്തരം വലിയ പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പുലർത്തുമ്പോഴും എപ്പോഴും അതിൻ്റെ ഒരു മൈനസ് പോയിന്റിലേക്കായിരിക്കും മലയാളി ചിന്തിക്കുക. ഇന്നിപ്പോൾ ഈ പ്രവർത്തിച്ച ലാം എഞ്ചിൻ മറ്റന്നാൾ ഈ 24 മിനിറ്റ് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഭയമുണ്ടോ ശാസ്ത്രലോകത്ത്? അല്ല, നമ്മുടെ ഭയം എപ്പോഴും പലപ്പോഴും അസ്ഥാനത്താണ്. കാര്യം എന്ത് കാര്യങ്ങളിലും ഭയപ്പെടുത്തുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുക എന്നുള്ള ഒരു നമ്മൾ വളരെ ക്ഷമാപണത്തോടെ തന്നെ പറയേണ്ടി വരും. എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ ഒരു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് ഫാക്ടർ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് 4 സെക്കൻഡായി പ്രവർത്തിച്ച ഈ ലിക്വിഡ് അപ്പോജി മോട്ടോർ അഥവാ ഈ ലിക്വിഡ് എഞ്ചിൻ എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഭാഗം ഈ 4 സെക്കൻഡ് പരീക്ഷണം കൊണ്ട് നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് അതിപ്പോഴും പ്രവർത്തന സജ്ജമാണ്. 300 ദിവസത്തെ ഐഡിൽനെസ്, ആ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ആലസ്യത്തിൽ നിന്ന് അത് വിട്ടുണർന്നിട്ടുണ്ട്. പക്ഷേ ഇനി 24 സെക്കൻഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. ഇതിൽ കൂടുതൽ സമയം എർത്തിന് ചുറ്റും കറങ്ങിയ സമയത്ത് ഇതിൽ കൂടുതൽ സമയമൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഇത്രയും ദൂരെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാർസിൻ്റെ അന്തരീക്ഷത്തിലൊക്കെ കയറിയ ആ സാഹചര്യത്തിൽ ഇത് 24 സെക്കൻഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷേ സ്പേസിൽ നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഇത്രയും അകലമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ 12 മിനിറ്റ് എടുത്ത് വേണം അവിടുന്ന് ഒരു സിഗ്നൽ ഇവിടെ വരാൻ, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കൺട്രോൾ അങ്ങോട്ട് കൊടുത്താൽ 12 മിനിറ്റ് കൊണ്ടേ അത് അവിടെ എത്തുകയുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ഓവർകം ചെയ്യാവുന്ന ചില ഓൺ ബോർഡ് ഓട്ടോണമി എന്നൊക്കെ പറയുന്ന ചില സാങ്കേതിക കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഉപഗ്രഹത്തിന് നേരിട്ട് തന്നെ അല്ലെങ്കിൽ ഈ സ്പേസ് ക്രാഫ്റ്റിന് നേരിട്ട് തന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ അപ്പോൾ ആവശ്യമില്ലാത്ത തരത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും. നമ്മളൊന്നും പറയാതെ തന്നെ ഒരു സെൽഫ് ഡിസിഷൻ മേക്കിംഗ് മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ 24 സെക്കൻഡ് സമയം ഇത് വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു നാഴികക്കല്ല് തന്നെയാണ്. എന്തായാലും നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. ഇത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാം. യെസ്, എന്നാലും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാണ്. നമുക്ക് കുറേ ഇൻഡിപെൻഡൻ്റ് ആവാൻ കൂടി പറ്റി ഈ ഒരു പര്യവേഷണം കൊണ്ട്. അതിനോടൊപ്പം തന്നെ എപ്പോഴും മനുഷ്യൻ ഇപ്പോഴും പ്രത്യേകിച്ച് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിലെത്തി അത്തരത്തിലുള്ള വളരെ പീക്കായ ചില ആഗ്രഹങ്ങളിലൂടെയൊക്കെ ആയിരിക്കും സാധാരണക്കാരായ മനുഷ്യൻ്റെ ചിന്താഗതി നീങ്ങുന്നത്. ഭാവിയിൽ ഇന്നത്തെ ഈ ഒരു പര്യവേഷണം ഭാവിയിൽ ഇത്തരത്തിലുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് എത്രത്തോളം സഹായകരമാകും? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ മിഷൻ്റെ ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ISRO പറയുന്നത് തന്നെ ഈ ചൊവ്വയിൽ എത്തുക എന്നുള്ളതിലുപരി ഇതൊരു പരീക്ഷണമാണ്. ഇത് ഇത്രയും ദൂരത്തേക്ക് നമുക്ക് സിഗ്നൽ അയക്കാൻ പറ്റി. 740 ദശലക്ഷം കിലോമീറ്റർ അകലത്തിലിരുന്നിട്ട് നമ്മൾ ഒരു പേടകത്തെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. അത് ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഇതുവരെ നമ്മൾ ചന്ദ്രൻ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ദൂരം ഒരു സിഗ്നൽ എത്തിക്കാനും അത് കൃത്യമായി ഡീകോഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമുക്ക് വ്യക്തമായ ഒരു മേൽക്കൈയോ കുറച്ച് ഗവേഷണത്തിലൊരു മുന്നോട്ട് പോക്കോ നടക്കും. പിന്നെ രണ്ടാമത് പറയുന്നത് ഇത്രയും വലിയ ഉപകരണങ്ങൾ ഇത്രയും ദൂരം നമ്മൾ ക്യാരി ചെയ്ത് അവിടെ ഇത് പ്രവർത്തിക്കുന്നു. ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് വിട്ടുതന്നാൽ ഇതവിടെ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതിൻ്റെ ഡിസൈൻ എല്ലാം നമുക്ക് ഒരു പരീക്ഷണ വേദി ഒരുക്കി തരികയാണ് ഈ മംഗൾയാൻ. പിന്നെ മൂന്നാമതായിട്ട് ഒരു ഒബ്ജക്റ്റീവ് പറയുന്നതാണ് ഈ അതിൻ്റെ ഉപരിതല പഠനങ്ങൾ. മൂന്നാമതായിട്ടാണ് ഒരു സയൻറ്റിഫിക് ഒബ്ജക്റ്റീവ് മൂന്നാമതായിട്ടാണ് പറയുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ ടെക്നോളജിക്കൽ ഒബ്ജക്റ്റീവായിട്ടാണ് ISRO കാണുന്നത്. ഇതിൻ്റെ സാങ്കേതികത, ഇതിൻ്റെ ടെക്നോളജി, ഇതിൻ്റെ പ്രവർത്തന രീതി, ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അതൊക്കെയാണ് പ്രൈമറി ആയിട്ട് നമ്മളിതിനെ കാണേണ്ടത്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ചന്ദ്രയാൻ എന്ന് പറയുന്നത് കേവലം ചന്ദ്രനിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു പേടകം പോയതല്ല. ഇന്ത്യൻ മനസ്സുകളിൽ, യുവ ശാസ്ത്ര മനസ്സുകളിൽ അത് ഉണ്ടാക്കിയ ഒരു അവബോധവും ഒരു ഉത്തേജനവും ഉണ്ടല്ലോ. അതിന് പകരം വയ്ക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷേ ഈ അടിസ്ഥാന ശാസ്ത്രങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാലത്തിൽ അതൊരു സത്യം തന്നെയാണ്. അടിസ്ഥാന ശാസ്ത്രങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു മികവ് പുലർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ആളുകൾ ആകർഷിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാലത്തിൽ ഈ ചന്ദ്രയാൻ പോലെയും മംഗൾയാനം പോലെയുമുള്ള ശാസ്ത്ര ദൗത്യങ്ങൾ നമ്മുടെ യുവതലമുറയിൽ പകർന്നു നൽകുന്ന ഒരു ശാസ്ത്രബോധം, അത് നമ്മളെ ഈ പറയുന്ന പോലെ എന്ത് പകരം വന്നാലും അതാവില്ല. അതാണ് നമ്മൾ ആ ഒരു വീക്ഷണകോണിലൂടെ വേണം നമ്മൾ മംഗൾയാനെ നോക്കിക്കാണാൻ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ആ വിധത്തിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഭാവിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഊന്നി നമ്മൾ ഈ വിഷയത്തെ കാണുകയാണെങ്കിൽ ചന്ദ്രയാൻ്റെ ദൗത്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അത് പല തർക്കങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ട. പക്ഷേ മംഗൾയാൻ
മംഗൾയാനുമായി ബന്ധപ്പെട്ട ഓരോ സെക്കൻഡും എത്രത്തോളം നിർണായകമാണ് എന്നിങ്ങനെ അനുദിനം മാധ്യമങ്ങളിലൂടെ ആയാലും ഒക്കെ തന്നെ ജനങ്ങൾ അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ യുവാക്കളൊക്കെ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ശേഖരിക്കുന്നുമുണ്ട്. ഈ നാളുകളെയൊക്കെ പ്രത്യേകിച്ച് യുവാക്കളെ അടുത്തറിയുമ്പോൾ അത് അവർക്ക് എത്രത്തോളം ഊർജം നൽകുന്നുണ്ട് ഈ ഒരു മേഖലയിലേക്കൊക്കെ ചിന്തിക്കാൻ? ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലത്തെ പുരോഗതി നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതികതയാണ് നമ്മുടെ പുരോഗതിക്ക് ആധാരമായിട്ട് വരുന്നത്. പണ്ടൊക്കെ 100 വർഷം മുമ്പായിരുന്നെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് നിരീക്ഷണങ്ങളിലൂടെ അനുമാനത്തിലെത്തുകയായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആ കഥ മാറി. പൂർണ്ണമായിട്ടും സാങ്കേതികതയെ അടിസ്ഥാനമാക്കി ശാസ്ത്രം മുന്നേറുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ തന്നെ നമുക്കറിയാം, ആദ്യം തന്നെ 2012 നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന വലിയ പരീക്ഷണ ഉപകരണം വെച്ച് നമ്മൾ ശാസ്ത്രത്തിലെ വലിയൊരു അറിവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഇനി സാങ്കേതികതയുടെ കാലമാണ്. ശാസ്ത്രത്തിലെ മുന്നേറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ സാങ്കേതികതയുടെ ഉന്നമനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സാങ്കേതികതയിലേക്ക് യുവാക്കളെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ. ഇന്ത്യയിലെ സാങ്കേതിക വിദഗ്ധർക്ക് ഈ രീതിയിലുള്ള ഒരു വലിയ മിഷൻ പ്ലാൻ ചെയ്ത് ഫലിപ്പിച്ച് കാണിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 24-ാം തീയതി ആകുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്തും. അതിനുശേഷമാണ് ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും രണ്ടിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ടെക്നോളജിക്കൽ ഒബ്ജക്റ്റീവ്സിനും പ്രാധാന്യമുണ്ട്, സയൻറ്റിഫിക് ഒബ്ജക്റ്റീവ്സിനും പ്രാധാന്യമുണ്ട്. ടെക്നോളജി, നമ്മൾ സാങ്കേതികതയിലൂടെ ഇത്തരം വലിയ വിജയങ്ങൾ പ്രാപ്തമാക്കാൻ സാധിക്കുന്നു. അത് ഒരുപാട് ചെറുപ്പക്കാരെ ഇതിലേക്ക് ആകർഷിക്കും. ചന്ദ്രയാൻ്റെ വിജയത്തിന് ശേഷം അനേകം വിദഗ്ധർ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിരുന്നു. ഇന്ത്യയിലെ ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ സുവർണകാലമാണ് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നേരത്തെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയെ പുച്ഛിച്ചുകൊണ്ട് കടന്നുപോയ പലരും തിരിച്ചു വരാനായിട്ടുള്ള സന്നദ്ധത കാണിച്ചു. അത് വലിയൊരു വിജയത്തിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇനി മാർസ് ഓർബിറ്റർ മിഷൻ്റെ വിജയത്തോടെ പല ബഹിരാകാശ പര്യവേഷണ ഏജൻസികളും ഇന്ത്യയുടെ പര്യവേഷണ ഏജൻസിയുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ചിരിക്കുന്നു. നാസ തന്നെ ഇന്ത്യയുടെ വിവരങ്ങൾ മാർസ് ഓർബിറ്റർ മിഷനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ചിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ടെക്നോളജിക്കൽ ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന സയൻറ്റിഫിക് ഒബ്ജക്റ്റീവ്സിൽ പങ്കുകൊള്ളാനായിട്ട് മുൻനിര ബഹിരാകാശ പര്യവേഷണ ഗവേഷണ ഏജൻസികൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സാങ്കേതികതയും ശാസ്ത്രവും മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാങ്കേതികതയിൽ മാത്രമല്ല, ശാസ്ത്രത്തിൻ്റെ അനേകം പേരെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. ചന്ദ്രയാൻ്റെ വിജയത്തിന് ശേഷം നമുക്ക് സ്പേസ് ടെക്നോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ വന്നു. അനേകം പേർ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചു. അനേകം പുതിയ താങ്കളിലേക്ക് തിരികെത്താം. ശ്രീ രവിചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ, സഭയോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു പക്ഷേ നമുക്ക് മംഗൾയാൻ്റെ ഒരു ദൗത്യ പൂർത്തീകരണത്തിലൊന്നും നമ്മൾ ഒരുപാട് വറീഡ് ആവേണ്ടതില്ല എന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ മേഖലയിൽ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന വലിയ ഒരു ലക്ഷ്യം, അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സ്വന്തം കാലിൽ നിൽക്കുക എന്ന നമ്മൾ വളരെ സ്റ്റേണായി എടുത്ത ഒരു തീരുമാനം, നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മളുടെ തന്നെ സ്വയം ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനങ്ങൾ കൊണ്ട് തന്നെ ഉപയോഗിക്കുക, അങ്ങനെ വളരെ സ്റ്റേണായ ഒരു തീരുമാനം അത് തന്നെ ആവില്ലേ ഒരു പക്ഷേ ലോകത്തെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അഭിമാനമായി നിൽക്കാൻ പറ്റുന്നത്? ആ ഒരു വിഷയം തന്നെ ആവില്ലേ മംഗൾയാനെ സംബന്ധിച്ചിടത്തോളം? ശരിയാണ്. അതായത് സെൽഫ് റിലയൻസ് എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രഭാഗങ്ങളും എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മൾ അത് സ്വന്തം നിലയിൽ ചെയ്യുന്നു എന്നാണ്. വി ആർ ഡൂയിങ് ഓൺ അവർ ഓൺ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതില് അവിടെ ചെന്ന് നടത്താൻ പോകുന്ന പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പരിശോധനകളോ ഒന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ട് വരണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേണ്ടത്ര സമയം ചൊവ്വയുടെ അന്തരീക്ഷവുമായിട്ടുള്ള സമ്പർക്കം നമ്മളുടെ വാഹനത്തിന് ഉണ്ടാകണം, ഓർബിറ്ററിന് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൊണ്ടുപോകുന്ന വെറും 14 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്കവിടെ ഇതുവരെ യൂറോപ്യൻ മിഷനും അമേരിക്കയും റഷ്യയും ഒക്കെ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷയില്ല. മറിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഒരു ഡീപ്പ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, ഡീപ്പ് സ്പേസ് ട്രാവലിംഗ്.
അതായത് സ്പേസിന്റെ അഗാധങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ നിയന്ത്രിക്കാനും അതിലേക്ക് സിഗ്നലുകൾ അയക്കാനും ആ സിഗ്നലുകൾ കൃത്യമായിട്ട് തിരിച്ച് സ്വീകരിച്ചുകൊണ്ട് അതിനെ മോഡുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ്, അത് ലോകത്ത് 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് അതൊരു രാജ്യമല്ല, അത് ഒരു രാജ്യങ്ങളുടെ ഒരു സമുച്ചയമാണ്. അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഇന്ത്യയുമാണ് ഇപ്പൊ 3 രാജ്യങ്ങൾ എന്ന് പറയാവുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും 24-ാം തീയതി രാവിലെ 6:40 നടത്തുന്ന 24 മിനിറ്റ് വരുന്ന ഇഗ്നിഷൻ, അതാണ് പരമപ്രധാനമായിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ എല്ലാം പ്രതീക്ഷകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. യെസ്, ശ്രീ ഡോക്ടർ പ്രിൻസ്, ഇവിടെ ഒരുപക്ഷെ ഈ സ്വതന്ത്രമായ നിൽപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യം തന്നെയായിരിക്കും മംഗൾയാൻ്റെ ഒരു പുറപ്പെടൽ. നമ്മൾ GSLV എന്ന് മാറി PSLV ഉപയോഗപ്പെടുത്തിയപ്പോഴുണ്ടായ വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു ഉപയോഗപ്പെടുത്തലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? PSLV എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പേസിലെ ഒരു പടക്കുതിര എന്നാണ് ഇപ്പോൾ ആളുകൾ വിളിക്കുന്നത്. കാര്യം 25 പരീക്ഷണങ്ങളിൽ 22ഓളം കൃത്യതയോടെ നടത്തിയ നമ്മുടെ ഒരു ശൂന്യാകാശ വാഹനമാണ്. അപ്പോൾ GSLV എന്ന് പറയുന്നത് നമ്മുടെ ക്രയോജനിക് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും സാങ്കേതികവിദ്യ കൈമാറ്റത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്ത ഒരു സാഹചര്യത്തിൽ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് PSLV കൊണ്ട് കഴിഞ്ഞെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സെൽഫ് റിലയൻസിന് എൻ്റെ ഒരു ഉദാഹരണമാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നമുക്ക് ഉണ്ടാകുന്ന ആ സ്പേസിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു സുപ്രീമസി ഉണ്ടെന്ന് തന്നെ പറയാം. പല 3-4 രാജ്യങ്ങളാണ് മറ്റ് സ്പേസ് ട്രാവലൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് ശരിക്കും ഒരു ബൂസ്റ്റായിട്ട് ഈ മംഗൾയാൻ മാറും. ഒരു കുഴപ്പം പറ്റിയത് നമുക്ക് GSLV ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കൃത്യത എന്നല്ല, കുറച്ചുകൂടി ചൊവ്വയുടെ അടുത്തെത്തി ഇതിനെ പരീക്ഷണങ്ങൾ നടത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അതെ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അത് വളരെ ഷാർപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റി. ഇപ്പം നമ്മളൊരു വിൻഡോയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ആ വിൻഡോയിൽ നമ്മൾ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ പേടകത്തെ നിലനിർത്താൻ പോകുന്ന ഒരു ഓർബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടുത്ത് വരുമ്പോൾ, ചൊവ്വയ്ക്ക് ഏറ്റവും അടുത്ത് വരുമ്പോൾ അത് ഏകദേശം 400 കിലോമീറ്റർ അകലെയും, അകന്നു പോകുമ്പോൾ ദീർഘവൃത്താകൃതിയാണല്ലോ, അകന്നു പോകുമ്പോൾ അത് ഏകദേശം 80,000 കിലോമീറ്റർ അകലെയുമാണ്. അപ്പോൾ ഈ ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ പേടകം വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കും, അകന്നു പോകുമ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേടകം ചൊവ്വയ്ക്ക് അടുത്തെത്തുമ്പോൾ ഇത് വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ആ ഉപകരണം ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ടെലിഫോണിൽ വന്ന മിസ്റ്റർ രവീന്ദ്രൻ പറഞ്ഞ പോലെ അത്രയും സമയം കൊണ്ട് നമുക്ക് ഒബ്സർവേഷൻ നടത്തണം. വളരെ ചെറിയ സമയം കൊണ്ട് ഒബ്സർവേഷൻ നടത്തണം. 15 കിലോഗ്രാം ആകെ നമ്മുടെ പേലോഡുകളുടെ വെയിറ്റ്. അപ്പോൾ വളരെ ചെറിയ ഉപകരണങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ പല ഉപകരണങ്ങളുടെയും റെസൊല്യൂഷൻ എന്താണ്, അവ ഉണ്ടാക്കാൻ പോകുന്നവയുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് പോലും നമുക്ക് ഒരുപക്ഷെ ഇതുവരെ അറിവില്ല. അതിൽ നിന്നുള്ള ചിത്രങ്ങളോ അതിൽ നിന്നുള്ള റിസൾട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും അതിനേക്കാളൊക്കെ ഉപരി കാണേണ്ട ഈ കാര്യം മറ്റൊന്ന് തന്നെയാണ്. PSLV എന്ന് പറയുന്ന നമ്മുടെ ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു മെക്കാനിസം ഉപയോഗിച്ച് ഒരു ഇൻ്റർപ്ലാനറ്ററി ട്രാവൽ നമുക്ക് സാധ്യമാകുന്നു. അതുകൊണ്ട് ചെറുതെങ്കിലും ചില പര്യവേഷണങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നു എന്നുള്ളത് ആണ് ഈ മംഗൾയാൻ്റെ മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടത്. ശ്രീ രാജഗോപാൽ കമത്ത, നമ്മളേതായാലും ദൗത്യത്തെ ചെറുതാക്കി കാണണ്ട. നമ്മളങ്ങനെ ഒരു ദൗത്യമായി തന്നെയാണ് മംഗൾയാനെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 24-ാം തീയതിയിലെ വിജയകരമായ ആ ഒരു 24 മിനിറ്റിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അതെന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരം തന്നെയാകും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളുടെ ക്ലാരിറ്റിയിൽ എത്ര തകരാറ് പറഞ്ഞാൽ കൂടിയും അത് നമ്മുടെ അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഇതിൻ്റെ ഒരു ദൗത്യത്തെ അത് ഓരോ ഘട്ടങ്ങളായി അതെങ്ങനെയാകും? ചോദ്യം എന്നോടാണോ? തീർച്ചയായും താങ്കളോട്. വെറും 153 കോടി രൂപയാണ് നമ്മുടെ മാർസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന ആ ഒരു പരിവേഷണ യാനത്തിൻ്റെ ചിലവ്. ബാക്കിയെല്ലാം ഗ്രൗണ്ട് സ്റ്റേഷൻ്റെയും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു കോസ്റ്റിൽ നമുക്ക് വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ
ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ വലിയൊരു മിഷൻ പ്ലാൻ ചെയ്ത് GSLV-യിലൊക്കെ വലിയൊരു 1500 കിലോഗ്രാം ഭാരമുള്ള ഒരു മിഷൻ പ്ലാൻ ചെയ്ത് അയച്ച് പരാജയപ്പെടുന്നതിന് പകരം നമ്മുടെ വാർഹോഴ്സായ PSLV-യിൽ തന്നെ ഇത്തരം പര്യവേഷണ യാനങ്ങൾ അയച്ച് വിജയിപ്പിക്കുകയല്ലേ നല്ലത്? ചന്ദ്രയാൻ ആ രീതിയിലല്ലേ വിജയിപ്പിച്ചത്? ചന്ദ്രനിൽ നമുക്ക് ഇതിലും വലിയൊരു യാനത്തെ അയക്കാമായിരുന്നല്ലോ. അന്നും GSLV ഉപയോഗിച്ച് വലിയ യാനങ്ങളെ അയക്കാമായിരുന്നല്ലോ. അന്ന് അയച്ചില്ലല്ലോ. അന്ന് നമ്മൾ ഓൾഡ് വാർഹോസായ PSLV-യെ തന്നെയാണ് ആശ്രയിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും PSLV ഉപയോഗിക്കുന്നതിന് യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. PSLV ഉപയോഗിച്ചത് വളരെ ഈ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് PSLV അയച്ചത്. പിന്നെ ദൗത്യത്തിൻ്റെ വലിപ്പം അല്പം കുറഞ്ഞുപോയി എന്നൊക്കെ പറയുന്നത് അത്രത്തോളം എനിക്കറിയത്തില്ല, അത്രത്തോളം വിമർശനത്തിനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളത്. കുറ്റങ്ങൾ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കും, വിമർശിക്കാൻ സാധിക്കും. പക്ഷേ വിജയങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സുനിശ്ചിതമാണ്. 24-ാം തീയതി രാവിലെ 7:14 ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്കുള്ള പടിയിലെത്തും. പിന്നീടുള്ള നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എളിയ പേലോഡുകളാണുള്ളത്. 5 പേലോഡുകൾ എന്ന് പറയുന്നത് എളിയ പേലോഡുകളാണ്. ബഹിരാകാശ പര്യവേഷണത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ബൈ മിഷൻസാണ് ആദ്യത്തെ പാശ്ചാത്യ ബഹിരാകാശ പര്യവേഷണ ഏജൻസികൾ ഫ്ലൈ ബൈ മിഷൻസാണ് നടത്തിയിട്ടുള്ളത്. ചൊവ്വയുടെ അടുത്തുകൂടി കടന്നുപോയി ചിത്രങ്ങളെടുത്ത് പോകുക എന്നുള്ളത് അത് മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ നമുക്ക് 5 സങ്കീർണമായ ഉപകരണങ്ങൾ അതിലുണ്ട്. അതിൽ നിന്ന് ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ശാസ്ത്രലോകം അതിനെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് എനിക്ക് ഈ അവസരത്തിൽ ഉറപ്പിച്ച് പറയാനുള്ളത്. ശ്രീ രവിചന്ദ്രൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടായെന്ന് കരുതുന്നു. താങ്കൾ പറഞ്ഞൊരു പ്രധാന വിഷയത്തിലാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞൊരു വിഷയം കൂടി. നമ്മൾ ദൗത്യത്തെ ചെറുതാക്കി കാണേണ്ടതുണ്ടോ? സ്വാഭാവികമായും നാസ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല നിരീക്ഷണങ്ങളിലും ഇതെല്ലാം വ്യക്തമായതാണ്. എങ്കിൽ കൂടി ദൗത്യത്തെ ചെറുതാക്കി കാണേണ്ടതുണ്ടോ? ദൗത്യത്തെ ചെറുതാക്കി കണ്ടില്ലല്ലോ, അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു ഇത്തരത്തിലുള്ള നടത്താൻ പോകുന്ന പരിശോധനകളിലും പരീക്ഷണങ്ങളിലും ഒരു വലിയ റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ കൊള്ളാം, അതൊരു ബോണസ്. പക്ഷെ ഈ മാർസ് എക്സ്പ്ലോറേഷൻ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ടാണ് പോകുന്നത്. അപ്പം അതായത് ഇതുവരെ എത്തിച്ചേർന്നതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോവുക. അത് ലോകത്തെ മുഖ്യധാര ഇപ്പൊ അമേരിക്കയൊക്കെ നടത്തുന്ന ഒരു എക്സ്പ്ലനേഷൻ എത്തിച്ചേർന്ന ഒരു പോയിന്റിൽ നിന്ന് അല്പം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കുതിച്ചുചാട്ടമാണ്. ഇത് രണ്ടും രണ്ടാണ്. അതായത് ഇന്ന് വരെ നമ്മൾ എത്തിയിരിക്കുന്ന പര്യവേഷണങ്ങളുടെ എത്തിയിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് കുറച്ചുകൂടെ പുഷ് ചെയ്ത് മുന്നോട്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ചിലപ്പോൾ അങ്ങനെ സാധിച്ചെന്ന് വരില്ല. കാര്യം നമ്മൾ ആദ്യം ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ട്, നമ്മൾ ആദ്യത്തെ ഗ്രഹാന്തര യാത്രയായതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ എത്തിച്ചേരുന്നതിലും ആ ഗ്രഹത്തെ ഓർബിറ്റ് ചെയ്യുന്നതിലുമാണ് പരമാവധി ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മൾ ശരിക്കും നമ്മളുടെ അച്ചീവ്മെന്റ്. രണ്ടാമത് നമ്മൾ ഈ 15 കിലോഗ്രാം ഭാരമുള്ള ഈ പറയുന്ന ക്യാമറയും സ്പെക്ട്രോസ്കോപ്പും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ മറ്റുള്ള ഉപകരണങ്ങളും എല്ലാം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വലിയൊരു റിസൾട്ട്, മലമറിക്കൽ റിസൾട്ട് ഒന്നും വന്നില്ല എന്നിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ദൗത്യത്തെ ചെറുതായിട്ട് കാണുകയല്ല. നമ്മൾ ചൊവ്വയെക്കുറിച്ച് ലോകത്തിന് ഒരുപാട് വിവരങ്ങൾ നൽകും എന്നൊക്കെയുള്ള ഒരു അമിത പ്രതീക്ഷ എനിക്കില്ല. മറിച്ച് നമ്മൾ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് ലോകത്ത് 3ാമത്തെ രാജ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നാളെ, അതായത് 24-ാം തീയതി നമ്മൾ വിജയകരമായിട്ട് ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് ഇൻസേർഷൻ നടക്കുകയാണെങ്കിൽ അത് ഒരു ഡീപ് സ്പേസ് എക്സ്പ്ലോറേഷന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ എവിടെയാണ് ദൗത്യത്തെ ചെറുതാക്കി കാണൽ വരുന്നത്? ഡോക്ടർ പ്രിൻസിലേക്ക് പോകുന്നു. ഇവിടെ സുപ്രധാനമായും ഏതായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ളത് 5 പേലോഡുകളാണ്. അതിൻ്റെ ഒരു പ്രവർത്തനം അതെങ്ങനെയായിരിക്കും ബുധനാഴ്ച കഴിഞ്ഞുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ക്രൂഷ്യൽ 24 മിനിറ്റ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രവർത്തനം, ഒപ്പം തന്നെ അതിൻ്റെ ലക്ഷ്യവും ദൗത്യവും? അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞതുപോലെ ചെറിയ 5 പേലോഡുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പേലോഡ് എന്ന് പറയുന്നത് ഒരു മാർസ് കളർ ക്യാമറ. അതായത് നമ്മൾ സാധാരണ ക്യാമറയല്ല, കുറച്ച് പവറൊക്കെ കൂടിയ നല്ല സ്പേസ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു ക്യാമറ, 3 കളറിൽ ഫോട്ടോ തരുന്ന ഒരു ക്യാമറ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് മാർസിൻ്റെയും അതിൻ്റെ ഉപരിതലത്തിൻ്റെയും അത് കൂടാതെ അതിൻ്റെ ചുറ്റുമുള്ള 2 ഉപഗ്രഹങ്ങളുണ്ട്. ആ ഉപഗ്രഹങ്ങളുടെയും ഫോട്ടോ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ മാർസ് ക്യാമറയ്ക്ക് വേറൊരു ധർമ്മം എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ ചിത്രങ്ങളും ബാക്കി 4 പേലോഡുകൾ
തരുന്ന ഇൻഫർമേഷനും കൂട്ടി വായിച്ചാലാണ് പല ഇൻഫർമേഷനുകളും പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ ചിത്രങ്ങൾ മറ്റ് ഉപകരണങ്ങൾക്ക് സഹായകരമായിട്ട് വർത്തിച്ചേക്കാം. അതാണ് മാർസ് ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് ഇതിലുള്ള ഒരു പേലോഡ് എന്ന് പറയുന്നത് ഒരു ലൈമാൻ ആൽഫ അനലൈസർ, അതായത് ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില വികിരണങ്ങളാണ് ഈ ലൈമാൻ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും മറ്റ് ചില പ്രത്യേകതകളുമൊക്കെ പഠിച്ചാൽ ഈ ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പും ഹൈഡ്രജൻ്റെ മറ്റൊരു തരം ഹൈഡ്രജനാണ് ഈ ഡ്യൂട്ടീരിയം. ഈ ഡ്യൂട്ടീരിയവും യഥാർത്ഥ ഹൈഡ്രജനും തമ്മിലുള്ള ഒരു അനുപാതം നമുക്ക് കിട്ടും. ഈ അനുപാതം വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ ചൊവ്വയിൽ പണ്ട് വെള്ളം ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴാ വെള്ളത്തിന് പറ്റിയ സാഹചര്യം ഇവിടെ ഇല്ല എന്നുമൊക്കെയുള്ള ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. വെള്ളം ഒഴുകിയിരുന്ന ചാലുകൾ കണ്ടെത്തിയിരുന്നെന്നും. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ പിന്നെ മർദ്ദം വളരെ കുറവാണ്. അതുകൊണ്ട് വെള്ളമായിട്ട് നിലനിർത്താൻ പറ്റില്ല, എല്ലാം തിളച്ചങ്ങ് പോകും, അല്ലെങ്കിൽ ഐസായിട്ടോ, ഇങ്ങനെയുള്ള ചില പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ അനുപാതം പഠിച്ചാൽ ജലനഷ്ടവും ജലലഭ്യതയും തമ്മിലുള്ള ഒരു അനുപാതം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ജലം നമ്മൾ എപ്പോഴും വളരെ ക്രൂഷ്യലായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്ന ഒരു സംയുക്തമായതുകൊണ്ട് അത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അതാണ് ഈ ലൈമാൻ ആൽഫ അനലൈസർ. പിന്നെ മൂന്നാമത് ഒരു ഉപകരണം ഉള്ളത് അതിൻ്റെ ന്യൂട്രൽ അറ്റ്മോസ്ഫിയർ അനലൈസ് ചെയ്യുന്ന ഒരു സാധനം. അതായത് ന്യൂട്രൽ അതിൻ്റെ അന്തരീക്ഷത്തിൽ ഉള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ ആവശ്യമായ ഒരു ഉപകരണം ഇതിനകത്ത് വെച്ചിരിക്കുന്നു. പിന്നെ നാലാമത് ഉള്ള സാധനം ഒരു മീഥെയ്ൻ അനലൈസർ. അതും വളരെ നമ്മുടെ ഈ ശാസ്ത്ര കുതികൾക്കും അല്ലെങ്കിൽ ശാസ്ത്ര കഥകൾ എഴുതുന്നവർക്കുമൊക്കെ എപ്പോഴും ഒരു ഈ അന്യഗ്രഹ ജീവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നമുക്ക് അറിയാവുന്ന ഒരു സംയുക്തമാണ്, ഒരു ഹൈഡ്രോ കാർബണാണ്. ഈ മീഥെയ്ൻ ഉള്ളെടുത്ത് അല്ലെങ്കിൽ മീഥെയ്ൻ പുറപ്പെടുവിക്കുന്നത് മൈക്രോബ്സ് എന്ന് പറയുന്ന വളരെ ചെറിയ സമാനമായ ജീവികളാണ്, ഏകകോശ ജീവികളാണെന്നാണ് നമ്മുടെ ബയോളജിസ്റ്റുകൾ പറയും. അപ്പോൾ മീഥെയ്ൻ്റെ ഒരു നല്ല സോഴ്സാണ് ഈ മൈക്രോബ്സ്. അപ്പോൾ മീഥെയ്ൻ ഉള്ള സ്ഥലത്ത് നമ്മൾ തിരിച്ച് ചിന്തിച്ചാൽ അവിടെ മൈക്രോബ്സ് കാണാമായിരിക്കും, അല്ലെങ്കിൽ മൈക്രോബ്സ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അന്തരീക്ഷത്തിൽ മീഥെയ്ൻ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഈ ഒരു ത്വരയുണ്ടല്ലോ, ഇത് ജീവൻ ഉണ്ടായിരുന്നോ, അവിടെ പോയി താമസിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വിദൂരമായ ചില അനുമാനങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും അതിലൊക്കെ ചില സാധ്യതകളുണ്ട്. പിന്നെ ഒരു ഉപകരണം കൂടി ഉള്ളത് അത് ഇൻഫ്രാറെഡ് സെൻസർ എന്ന് നമ്മൾ പറയും. ഇൻഫ്രാറെഡ് സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ താപവികിരണങ്ങളാണ് ഇൻഫ്രാറെഡ് രശ്മികളെന്ന് പറയുക. അപ്പോൾ ഈ താപവികിരണങ്ങളെന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രശ്മികൾ അതിൻ്റെ ഉപരിതലത്തിൽ വന്ന് തട്ടിയിട്ട്, ചൊവ്വയുടെ ഉപരിതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന പ്രകാശം കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്ന താപം കളക്ട് ചെയ്ത് പഠിച്ചാൽ ഈ തിരിച്ചു വരുന്ന ആ താപവികിരണങ്ങൾ ഈ പ്രതലത്തിലുണ്ടായിരുന്ന മോളിക്യൂളുകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ ചില പ്രത്യേകതകളും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ വികിരണങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ആ പ്രതലത്തിൽ ഉള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ മോർഫോളജി എന്നോ ഒക്കെ പറയുന്ന അതിനകത്ത് എന്തൊക്കെയോ മാർസിൻ്റെ സർഫസിൽ എന്തൊക്കെ ഉണ്ടാവാം, ഇങ്ങനെയുള്ള ചില ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് 15 കിലോഗ്രാം മാത്രമുള്ള വളരെ ചെറിയ ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളുമായിട്ട് നമ്മുടെ പേടകം കടന്നു പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. മിസ്റ്റർ രവിചന്ദ്രൻ പറഞ്ഞതുപോലെ വളരെ വലിയൊരു റിസൾട്ടൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇതിനകത്ത് ഈ ചർച്ച ഇങ്ങനെ വഴിതിരിച്ചു കൊണ്ടുപോയിട്ടൊന്നും കഥയില്ല. കാരണം നമ്മൾ ഇതൊരു മഹത്തായ ദൗത്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറയും, നാളെ ആളുകൾ തന്നെ ഇത് മുഴുവൻ പരാജയമായിരുന്നു പറയുന്നതിനേക്കാൾ തന്നെ അതിൻ്റെ സത്യമായിട്ട് കണ്ട് ഇത്രയുമൊക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത്രയും ദൂരത്ത് നിന്ന് നമ്മൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് 454 കോടി മാത്രം, 454 കോടി എന്ന് പറയുന്നത് നമ്മുടെ ആകെ ആളുകളുടെ ടെലിഫോൺ ബില്ലിനേക്കാൾ കുറവാണ് നമ്മുടെ ജനസംഖ്യയിൽ. അപ്പോൾ അത്രയും ചെലവിൽ ഈ ഒരു വലിയ മിഷൻ നടത്തി മറ്റൊരു ഗ്രഹത്തെ, ചന്ദ്രന് ആണ് നമ്മൾ ഇതുവരെ പോയ നമ്മുടെ ഏറ്റവും ഡീപ്പ് സ്പേസ് ട്രാവൽ, അത് കഴിഞ്ഞ ഉപഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞൊരു ഇൻ്റർ പ്ലാനറ്ററി ട്രാവൽ സാധ്യമാകത്തക്ക രീതിയിൽ ഇന്ത്യയുടെ ടെക്നോളജി വളർന്നിരിക്കുന്നു, ഇന്ത്യയുടെ മനസ്സുകൾ, ശാസ്ത്രജ്ഞന്മാരെല്ലാം വളർന്നിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് കൂടുതൽ സുഖം നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലാണ്ട് ലോകത്തോട് ഈ ഉപകരണങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറയുന്നതിനേക്കാളും മറ്റൊരു ആസ്പെക്റ്റ് ആയിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായും. ശ്രീ രാജഗോപാൽ കമത്ത് സാർ, ഇവിടെ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു 4 സെക്കൻഡ് നമുക്ക് ബുധനാഴ്ച സംബന്ധിച്ചോളം വലിയൊരു ആശങ്ക അകറ്റിയിട്ടുണ്ട്. അതും സക്സസ്ഫുൾ ആവുകയാണ് എങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ഉപഗ്രഹത്തിൻ്റെ ഒരു ചലനം, നീക്കം, ഭ്രമണപഥത്തിലൂടെയുള്ള സഞ്ചാരം, അത് എത്രത്തോളം ക്രൂഷ്യലാണ്? റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ അവസാനിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബാക്കിയുള്ള നീക്കങ്ങൾ എങ്ങനെയാകും?
ശ്രീ രാജഗോപാൽ. 24-ാം തീയതി രാവിലത്തെ ഒരു പ്രവർത്തനം വളരെയധികം റിസ്ക്കിയാണ്. ഇവർ വളരെ ലാഘവത്തോടുകൂടി നമ്മൾ കാണുന്നുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും വളരെ റിസ്ക്കി ആയിട്ടുള്ളതാണ്. നമുക്കിതിനു മുമ്പ് പരിചയമില്ല, ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി നമുക്ക് പരിചയമില്ല. അതുകൊണ്ട് 24-ാം തീയതി ആ ദൗത്യം വളരെയധികം റിസ്ക് പിടിച്ചതാണ്. അത് ആശങ്കയ്ക്ക് വക നൽകുന്നതുമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ദശലക്ഷക്കണക്കിന് ആസ്റ്ററോയിഡുകളുണ്ട്, ചിഹ്നഗ്രഹങ്ങൾ. അത് ഇടയ്ക്കിടെ സൗരയൂഥത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാറുണ്ട്. നമുക്കറിയാം, ഈ കുറച്ച് നാൾ മുമ്പ് ന്യൂസിലൻഡിന് അടുത്തുകൂടി ഒരു 40,000 കിലോമീറ്റർ മുകളിലൂടെ ഒരു ചിഹ്നഗ്രഹം പാഞ്ഞുപോയി. കുറച്ച് കാലം മുമ്പ് സൈബീരിയയിൽ ഒരെണ്ണം വലിയ തീഗോളമായിട്ട് വന്ന് പതിച്ചു. ഇതൊക്കെ ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. കാരണം ചൊവ്വയുടെ അയൽവക്കത്തായിട്ട് അനേകം ചിഹ്നഗ്രഹങ്ങളുണ്ട്. ചിലവ ചൊവ്വയിൽ പതിക്കുന്നുമുണ്ട്, ചൊവ്വയുടെ ഗുരുത്വാകർഷണ വലയത്തിൽപ്പെട്ട് പതിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ആശങ്കയ്ക്ക് വക നൽകുന്ന ഒന്നാണ്. അത് ഏതെങ്കിലും കാരണവശാൽ ചെറിയ ശകലങ്ങളൊക്കെ നമ്മുടെ യാനത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം. ഇതിനു മുമ്പുള്ള യാനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും അതിൽ നിന്നും ലഭിക്കാതെ ഇല്ലാതായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റീസൺസ് നമുക്ക് അറിവായിട്ടില്ല. ഏതായാലും സൂര്യനിൽ നിന്നുള്ള വികിരണത്തിൻ്റെ ആഘാതം കൊണ്ട് ഒരിക്കലും ഇതിനൊരു ഡാമേജ് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ചന്ദ്രയാനം സംഭവിച്ചതാണ്. സൂര്യൻ്റെ ആ ഒരു താപനില ചന്ദ്രനിൽ നിന്ന് റിഫ്ലക്ഷൻ താങ്ങാനാകാതെ ചന്ദ്രയാൻ 9 മാസം കൊണ്ട് ഇല്ലാതാകുകയാണ് ചെയ്തത്. ആ ഒരു പ്രശ്നം ഇവിടെ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു സംഭവം ഇതിനകത്തുള്ളത്, സൈഡിങ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു വാൽ നക്ഷത്രം ചൊവ്വയുടെ 1,82,000 കിലോമീറ്റർ അടുത്തുകൂടി ഒക്ടോബർ 19-ാം തീയതി കടന്നു പോകുന്നുണ്ട്. നമുക്ക് വലിയൊരു സുവർണാവസരമാണ് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതൊരു ആശങ്ക ഉളവാക്കുന്ന കാര്യമാണെന്ന് പല സോഴ്സിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതൊരിക്കലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ല. 2 ദൗത്യങ്ങൾ നമ്മൾ വിജയിപ്പിക്കാൻ പോവുകയാണ്. 1 ചൊവ്വ പര്യവേക്ഷണം, 2 ഒരു വാൽനക്ഷത്രത്തിൻ്റെ പര്യവേക്ഷണം കൂടി നമുക്ക് സാധിക്കാൻ പോവുകയാണ്. കാരണം വാൽനക്ഷത്ര ധൂളിയിലൂടെ ആയിരിക്കും നമ്മുടെ ദൗത്യവും നാസയുടെ മവൻ ദൗത്യവും കടന്നു പോവുക. അപ്പോൾ നമുക്കതിന് വേണ്ട നിരീക്ഷണങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. കുറേ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പല ബഹിരാകാശ പര്യവേഷണ ഏജൻസികളും വാൽനക്ഷത്രങ്ങളെ പഠിക്കാനായിട്ടുള്ള ദൗത്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ റോസറ്റ മിഷൻ പോലെയുള്ളവ വാൽനക്ഷത്രങ്ങളിൽ ചെന്ന് ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അതിനാവശ്യം നമുക്കില്ല. കാരണം നമുക്ക് വാൽനക്ഷത്രത്തെ അടുത്ത് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിരീക്ഷണ വിവരങ്ങളും നമുക്ക് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കാൻ സാധിക്കും. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. കാരണം ഇതിൽ നിന്നും വലിയൊരു വിവരങ്ങളൊന്നും നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, മീഥേൻ്റെ സെൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മീഥേൻ ഇതുവരെ അതിൻ്റെ ഉപരിതലത്തിൽ ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ചെറിയ പാർട്സ് പെർ ബില്യൺ മാത്രം ഉള്ളൂ മീഥേൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. മീഥേൻ സെൻസർ നമ്മുടെ മാർസ് ഓർബിറ്റർ മിഷനിലെ മീഥേൻ സെൻസർ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് അത് ഏത് ഒറിജിനാണെന്നുള്ളത്, അത് ബയോളജിക്കൽ ഒറിജിനാണോ ജിയോളജിക്കൽ ഒറിജിനാണോ എന്നുള്ളത്. ബയോളജിക്കൽ ഒറിജിനാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കാരണം അതിൻ്റെ കോൺസെൻട്രേഷൻസിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സോഴ്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, ബയോസ്ഫിയറിൽ നിന്നാണ് അത് വരുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കണ്ടെത്തലിലേക്കായിരിക്കും പോകുന്നത്. അതായത് ചൊവ്വയിൽ ജീവനുണ്ട്, നിലനിൽക്കുന്നുണ്ട്, സൂക്ഷ്മജീവികളുടെ രൂപത്തിലെങ്കിലും എന്നുള്ള വലിയൊരു കണ്ടെത്തലിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നടക്കാൻ പോകുന്നത്. ശ്രീ രവിചന്ദ്രൻ, താങ്കൾ ടെലിഫോൺ ലൈൻ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ രവിചന്ദ്രൻ, ഇതിനകത്ത് സ്വാഭാവികമായും നമുക്ക് റിസ്ക് ഇനി അവശേഷിക്കുന്നുണ്ട്. 24-ാം തീയതി സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അത് നിലനിൽക്കുന്നുമുണ്ട്. ഈ ത്രസ്റ്ററുകൾ ഉപയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിലും ഓരോ സെക്കൻഡും ഒരു പക്ഷേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ, കിലോമീറ്ററുകളുടെ വ്യത്യാസം ഭ്രമണപഥത്തിലൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളൊരു വലിയ ആശങ്ക. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇപ്പൊ തന്നെയുള്ള നമ്മുടെ ഭ്രമണപഥം അത്ര ആനുകൂല്യം നൽകുന്നതല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവിടെ ഇപ്പോ ശ്രീ ഫ്രണ്ട്സും ഒക്കെ അത് പറയുകയുണ്ടായി. നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ശരിക്കും ഒരു ക്ലോസർ എക്സ്പോഷർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമ്മളുടെ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങളുടെ ഒക്കെ ഒരു പരിമിതി കൊണ്ടാണ് നല്ല ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇനി ഇതിലും മോശമായ രീതിയിലുള്ള ഒരു പ്രവണപഥമാണ് നമ്മളുടെ അപാകതകൾ മൂലം ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പരീക്ഷണ ഫലങ്ങള് നേട്ടങ്ങളൊക്കെ കുറച്ചുകൂടെ മങ്ങിയതായിരിക്കും എന്നേ ഉള്ളൂ. മറിച്ച് അവിടെ എത്തിച്ചേർന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ പ്രിൻസ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ഇപ്പൊ മീഥേൻ അനാലൈസർ സെൻസർ കൊണ്ടുപോകുന്നുണ്ട്. അത് വെച്ച് മീഥേന്റെ സാന്നിധ്യം
അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരർത്ഥത്തിൽ അവിടെ ജീവനുണ്ടോ, മൈക്രോബ്സ് ഉണ്ടോ, മൈക്രോബ്സിന്റെ തലത്തിലുള്ള ജീവികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിലും എപ്പോഴും മീഥേൻ ഓർഗാനിക് ആയിട്ട് തന്നെ പ്രൊഡ്യൂസ്ഡ് ആകണം എന്നില്ല. ഭൂമിയുടെ തന്നെ ആന്തരിക മാഗ്മ, അവിടെയൊക്കെ ഉരുകിയ മാഗ്മയിൽ നിന്ന് തന്നെ കെമിക്കൽ ഇൻട്രാക്ഷൻ വഴി മീഥേൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ജൈവികമായിട്ടുള്ള ഒരു സ്രോതസ്സിൽ നിന്നാകണം മീഥേൻ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല. എങ്കിലും വലിയ സാധ്യതയാണ് അക്കാര്യത്തിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്ക പോയ പ്രോബുകളിൽ നിന്ന് തന്നെ അവർ ഈ മീഥേൻ സെൻസർ കൊണ്ടുപോയിട്ടില്ലെങ്കിലും അവർ ശരിക്കും ഈ സ്പെക്ട്രോസ്കോപ്പ് വെച്ച് ഗ്രഹത്തിന്റെ മേളിൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ പഠിച്ചിട്ട് അതിൽ സ്പെക്ട്രോസ്കോപ്പിൽ ഉണ്ടാക്കുന്ന ലൈനിങ്ങും മിസ്സിങ്ങും വെച്ചുകൊണ്ട് അവര് ഈ മീഥേൻ ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തെ കുറിച്ച് പഠിച്ചതാണ്. പക്ഷെ അവർക്കത് ഉണ്ടെന്നോ ഇല്ലെന്നോ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്പെക്ട്രോസ്കോപ്പിൽ നിന്നൊരു വലിയ റിസൾട്ട് ഈ 480 കിലോമീറ്റർ മാത്രം അടുത്തെത്തുന്ന, അതും വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം അടുത്തെത്തുന്ന സമയത്ത് നമ്മളുടെ മീഥേൻ സെൻസർ പഠിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് താങ്കൾ സൂചിപ്പിച്ചോണം, ഇനിയും ഈ ഭ്രമണപഥം കൂടുതൽ മോശമായ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ചൊവ്വയെ ഓർബിറ്റ് ചെയ്യുക. ഇത്രയും നീണ്ട ഒരു യാത്രയിൽ, ഏതാണ്ട് 10 മാസത്തിലധികം നീണ്ട യാത്രയിൽ ആ പേടകത്തെ നിയന്ത്രിച്ചുകൊണ്ട് ചൊവ്വയിൽ എത്തിച്ച് ചൊവ്വയുടെ ഭ്രമണപഥത്തിനെ അതിനെ പിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ചൊവ്വയുടെ ആകർഷണത്തിന് അതിനെ പിടിക്കാനായിട്ട് അതിനെ ചരിച്ചു കൊടുക്കുക, എന്നിട്ട് ചൊവ്വയെ ഭ്രമണം ചെയ്യുക. ചൊവ്വയെ ഭ്രമണം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ദൗത്യം എന്ന് ഞാൻ കരുതുന്നു. 4ാമത്തെ കാര്യത്തിൽ മാത്രം ഈ പരീക്ഷണങ്ങളും അതിന്റെ ഫലങ്ങളും എടുത്താൽ മതി. ഡോക്ടർ പ്രിൻസ്, അതായത് നമ്മൾ സംസാരിച്ച് തുടങ്ങിയ പോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമുക്കിപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മലയാളിക്കായാലും ഇന്ത്യക്കാർക്കായാലും ഉള്ള വലിയൊരു പ്രശ്നം കൂടിയാണ് താരതമ്യപ്പെടുത്തൽ. നമ്മുടെ കുട്ടി എത്ര പഠിച്ചു കഴിഞ്ഞാലും തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പഠനം നോക്കി വിലയിരുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ മാവൻ നമുക്ക് വെല്ലുവിളിയാകുമോ? കൂടുതൽ ക്ലാരിറ്റി ഉണ്ട്, ഭ്രമണപഥം കൂടുതൽ അടുത്താണ്, എന്തെങ്കിലും തരത്തിലുള്ള? അല്ല, തീർച്ചയായിട്ടും മാവൻ വെല്ലുവിളിയാകും. ഇപ്പോൾ സയൻസിൻ്റെ ലോകത്ത് ഇപ്പോൾ വെല്ലുവിളികളുടെ കാലമൊക്കെ പോയി. ഇപ്പോൾ എല്ലാം ഒരു കൊളാബറേഷൻ്റെ തലത്തിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഒരാൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഇന്ത്യ സ്പേസ് ടെക്നോളജിയിൽ എടുത്തു പറയത്തക്ക ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് മറ്റു രാജ്യങ്ങൾ സഹകരിച്ചു പോകുന്ന ഒരു കാലഘട്ടമായത്, പണ്ടത്തെ ഒരു സാഹചര്യമല്ല. അപ്പോൾ മാവനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും നമ്മളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും മംഗൾയാനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന സയൻസിന് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, അതിലാണ് നമ്മൾ എന്തെങ്കിലും പ്രാധാന്യം കണ്ടെത്തേണ്ടത്. പിന്നെ ടെക്നോളജിക്കലി അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാവൻ്റെ ഭ്രമണപഥം കുറച്ചുകൂടി അടുത്താണ്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 150 കിലോമീറ്റർ മുതൽ 10,000-ന് താഴെ 150 കിലോമീറ്റർ വരെ മുതൽ 6,200 കിലോമീറ്റർ വരെ, അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഭ്രമണപഥത്തിൻ്റെ കണക്ക്. ഏറ്റവും അടുത്തെത്തുമ്പോൾ അത് 150 കിലോമീറ്ററും മറ്റത് 6,200 കിലോമീറ്ററുമാണ് ഏറ്റവും അകലത്തിൽ പോകുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിരീക്ഷണങ്ങളിലെ വ്യക്തത കൂടുതലായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇതിൽ രണ്ടിനെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ വലിയ അർത്ഥവുമില്ല. രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ഉപകരണങ്ങളുമായിട്ട് പോകുന്നതാണ്. രണ്ട് ടെക്നോളജി എന്ന് ഞാൻ പറയുന്നില്ല, രണ്ട് മാർഗങ്ങളാണ് സ്വീകരിച്ചത്, ഒരേ ട്രാജക്ടറിയിലോട്ടൊന്നും അല്ല പോയത്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് തന്നെ ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ രണ്ട് രീതിയിലാണ്. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ നമ്മളാകെ ഇതിന് മുടക്കിയിരിക്കുന്നത് 454 കോടി രൂപയാണ്. അതിൽ നിന്നേക്കാൾ ഒരുപാട് കൂടുതൽ മുടക്കിയാണ് അമേരിക്ക നാസ മാവൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ പലപ്പോഴും നമ്മൾ പറയില്ലേ, നമുക്ക് ആവശ്യമായത് മാത്രം ഉണ്ടാക്കുക, അതേ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഒരു വളരെ ചീപ്പായിട്ടുള്ള എമൗണ്ട് എടുത്ത് ആ എമൗണ്ടിൽ നമ്മുടെ സ്പേസ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ മംഗൾയാനെ നോക്കിക്കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശ്രീ രാജഗോപാൽ കമ്മാത്, അവസാനമായി ഏതായാലും നമുക്ക് ബുധനാഴ്ച രാവിലെ വരെ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും. എങ്കിൽ കൂടി ആ ഒരു ഘട്ടം കൂടി പൂർത്തിയായി ദൗത്യത്തിലേക്ക് കടന്നാൽ എപ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കും? പൂർണ്ണമായി നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല, എങ്കിൽ കൂടി ഒരു സാധാരണക്കാരൻ്റെ ഒരു ആശങ്ക എന്ന രീതിയിൽ ആ ഒരു റിസൾട്ട് എപ്പോഴേക്കായിരിക്കും ഉണ്ടാകുക? ചോദ്യം ഞാൻ വ്യക്തമായില്ല, ഒന്നുകൂടെ പറയാമോ? ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഏതായാലും ബുധനാഴ്ചയോടുകൂടി ഈ ഒരു ദൗത്യം പൂർണ്ണതയിലേക്ക് എത്തും.
പക്ഷേ സ്വാഭാവികമായും ഈ 5 പേലോഡുകൾക്കുള്ള ദൗത്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ടോ? അത് എപ്പോഴേക്കായിരിക്കും അതിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് 24-ാം തീയതി രാവിലെ 7:14 കഴിഞ്ഞിട്ട് വെറും 24 മിനിറ്റിന് ശേഷം നമുക്ക് ആ ദൗത്യം ഭ്രമണപഥത്തിലെത്തിയായിട്ടുള്ള വിവരങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കിട്ടും. 12.5 മിനിറ്റ് എടുക്കുമല്ലോ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. അതിനുശേഷം 10 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യ ചിത്രങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു തുടങ്ങും. ഒരു കാര്യം ആലോചിക്കണം, പണ്ടത്തെ ബഹിരാകാശ പര്യവേഷണ യാനങ്ങളൊക്കെ വെറും ചിത്രങ്ങൾ എടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ആ ചിത്രങ്ങൾ ലഭിച്ചു തുടങ്ങും. ചൊവ്വയുടെ ഭ്രമണപഥത്തിന് ഉപരിതലത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഉപകരണങ്ങൾ ഓരോന്നായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഭ്രമണപഥം അല്പം ഉയരത്തിലാണുള്ളത്. അതിന് യാതൊരു 362 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് ഉള്ളത്. ഏറ്റവും കൂടിയ ദൂരം 80,000 കിലോമീറ്റർ. നാസയുടെ മവൻ ദൗത്യമാണെന്നുണ്ടെങ്കിൽ 150 മുതൽ 6500 കിലോമീറ്റർ വരെ ഉള്ള ഭ്രമണപഥമാണ്. അവർക്ക് വളരെ സങ്കീർണമായിട്ടുള്ള മറ്റൊരു പ്രവർത്തനം കൂടിയുണ്ട്. ഡീപ്പ് ഡിപ്പ് എന്ന് പറയുന്ന ഒരു മെനൂവറും കൂടെ ഉണ്ട്. അതായത് 150 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിനെ പെട്ടെന്ന് ഈ പരുന്തിരയെ പിടിക്കുന്ന പോലെയുള്ള ഒരു ഏർപ്പാടിലൂടെ ആ യാനത്തെ 125 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് നിരീക്ഷണങ്ങൾ നടത്തി ഉയരത്തിൽ കൊണ്ടുപോകുന്ന ഡീപ്പ് ഡിപ്പ് മെനൂവർ എന്ന് പറയുന്ന ഒരെണ്ണം അതിന് ലൈഫ് ടൈമിൽ 5 തവണ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. അത് അവരുടെ സാങ്കേതിക മികവാണ്, അവരുടെ പരിചയത്തിൽ നിന്ന് കിട്ടിയാണ്. അരനൂറ്റാണ്ട് കാലത്തെ പരിചയം വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഇത് എളിയ ദൗത്യമാണ്. അതുകൊണ്ട് എളിയ ദൗത്യത്തിൽ നിന്നും അനേകം വിവരങ്ങൾ നമ്മൾ ശേഖരിക്കാനായിട്ട് ഉദ്ദേശിക്കും. ചന്ദ്രയാൻ്റെ കാര്യം നോക്കുക, എളിയ ദൗത്യമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളോ ഇത്രയും കാലം മനുഷ്യനെ ചന്ദ്രനിൽ അയച്ചിട്ട് പോലും സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചന്ദ്രയാൻ എന്ന് പറയുന്ന ദൗത്യം സ്ഥിരീകരിച്ചത്. ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. വളരെ നന്ദി. സമയപരിമിതി മൂലം ഇടപെടുകയാണ് ശ്രീ രാജഗോപാൽ കമ്മത്ത. വളരെ നന്ദി ഈ അവസരത്തിൽ ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഒപ്പം തന്നെ ഡോക്ടർ പ്രിൻസ്, ശ്രീ സി രവിചന്ദ്രൻ ഈ അവസരത്തിൽ ഈ ചർച്ചയിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. ഏതായാലും ശാസ്ത്രലോകത്തിന് മാത്രമല്ല ഇന്ത്യക്കൊന്നാകെ അഭിമാനത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. ബുധനാഴ്ച ഏതായാലും പൂർണ്ണമായി ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാമെങ്കിൽ കൂടി വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശാസ്ത്രലോകം. അത് നമ്മുടെ ഭാവിക്ക് തരുന്ന വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ആകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ആ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ഈ ചർച്ച ഇവിടെ പൂർത്തിയാകുകയാണ്.